ഇത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു. ഇനിയിപ്പോ കളിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഞങ്ങളെ കളി തുടങ്ങണ്ടേ? അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ. അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവും എനിക്കറിയില്ല, കാരണം ആർക്കൊക്കെ ചെയ്യാന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിരെയുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഏകദേശം 2 ആഴ്ചക്ക് മുമ്പാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും കൂടി ഡിവോഴ്സ് ആകാൻ പോണ് എന്നുള്ള ഒരു വാർത്ത പരക്കെ പരക്കുന്നത്. കാര്യം സോഷ്യൽ മീഡിയയിൽ എല്ലാം ഉണ്ടായിരുന്നു, ഇവർ തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോകുന്നെന്ന് പറഞ്ഞ് ഭയങ്കര ചർച്ചയായിരുന്നു. അങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ് വേണുഗോപാല് പുള്ളിക്കാരന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ വന്ന് പറയുകയാണ്, ഞാൻ ഇത് അറിഞ്ഞിങ്ങനെ ഒരു ഡിവോഴ്സ് വാർത്ത, പക്ഷെ ഇതൊന്നും സത്യമല്ല. ഇങ്ങനെയുള്ള വാർത്തകൾ പടച്ചു വിടുന്നതിനെതിരെ ഞാൻ നിയമ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്ന് ലൈവ് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് റിയൽ ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ പുള്ളിക്കാരൻ നിയമ നടപടി എടുത്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, 2 വ്യക്തികൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ 2 പേരും വേർപിരിഞ്ഞു. ഈ വേർപിരിഞ്ഞ സമയത്ത് ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കണം. അതേപോലെ തന്നെ പുരുഷന്റെ ഭാഗത്തു നിന്നും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വേറെ കല്യാണം കഴിക്കണം. അല്ലാതെ 2 പേരും പിന്നെ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കണമെന്നും നിയമമൊന്നും ഇല്ലല്ലോ. ഈ ക്രിസ് വേണുഗോപാലിന്റെ താടിയും മുടിയൊക്കെ വെളുത്തിരിക്കുന്നതാണോ ഒരു പ്രശ്നമായിട്ട് ഈ ആൾക്കാർ പറയുന്നത്? എന്തോരം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ കല്യാണത്തെ കുറിച്ച്. ആ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും മുതൽ തന്നെ അതിന്റെ അടിയിൽ ഇഷ്ടം പോലെ കമന്റ് ആണ്, നെഗറ്റീവ് കമന്റ് ആണ് വരുന്നത്. എന്താണ് നിനക്ക് ഈ കിളവനെ കിട്ടിയുള്ളൂ? ആ പുള്ളിക്കാരനോട് ചോദിക്കുക, നിനക്ക് ഈ കിളവനെ കിട്ടിയുള്ളൂ, ഈ പുള്ളിക്കാരൻ നീ എന്ത് കാണിക്കാനാ നിന്നെ? അങ്ങനെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ് വേണുഗോപാലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വലിയൊരു വിദ്യാഭ്യാസമുള്ള ആളല്ലേ, നിങ്ങൾ ഒരു ഉയർന്ന ചിന്താഗതിക്കാരനല്ലേ, എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഈ 2 പിള്ളേരുള്ള പിള്ളയെ കല്യാണം കഴിച്ചത്? അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെയും വരുന്നുണ്ട് കമന്റ്സ്. മൊത്തം വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും അവർ സഹിച്ച് പ്രതികരിക്കാതെ സഹിച്ചിരുന്നു. അതിനിടയ്ക്കാണ് ഇവര് തമ്മിൽ എന്തോ 2 പേരും കുറച്ച് എന്തോ ഒരു വർക്കിന്റെ കാര്യത്തിന് എന്തോ 2 പേരും മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന ആ ഒരു സമയത്താണ് പറയുന്നത് ഇവര് തമ്മിൽ എന്തോ ഡിവോഴ്സ് ആയി, ഇവരെ ഒരുമിച്ചല്ല നിൽക്കുന്നത്, അവര് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായപ്പോ ഡിവോഴ്സ് ആയെന്നും പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞു, ഇവർ തമ്മിൽ പിന്നെ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്മയിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വിടുന്നത്. എന്തായാലും പുള്ളിക്കാരൻ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളി സംസാരിക്കുന്നതൊന്നും നമുക്ക് കേട്ടു നോക്കാം. ഞാൻ പഠിച്ച പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. എന്റെ അടുത്ത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു. ഇനിയിപ്പോ കളിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? കേട്ടില്ലേ, അദ്ദേഹം ഒരു ലോയറാണ്. പുള്ളിക്കാരൻ ആദ്യമൊക്കെ ഒന്നും എല്ലാം വിട്ട് കളഞ്ഞതാണ്. പിന്നെയും കളിക്കാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ പണി തന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം. അദ്ദേഹത്തെ കുറിച്ചൊന്ന് വിചാരിക്കുക, അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, ലോയറാണ്. പുള്ളിക്കാരൻ വലിയ വിദ്യാഭ്യാസത്തിന്റെ ഇതിലാണെങ്കിലും എല്ലാം കൊണ്ട് പുള്ളിക്കാരൻ ഒരു ഉന്നത പദവിയിൽ നിൽക്കുന്ന ആള് തന്നെയാണ്. ആ ഒരു വ്യക്തിയുടെ അടുത്തൊക്കെ പോയിട്ട് അയാളുടെ ലൈഫിലൊക്കെ പോയിട്ട് ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ വല്ല പണിയും നടക്കൂ? ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ഒരു കാര്യം ഓർക്കുക, ഇനി 8ന്റെ പണി കിട്ടുമെന്നുള്ളത്. പുള്ളിക്കാരൻ ഒരു അഡ്വക്കേറ്റും കൂടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. എന്തായാലും ആ പുള്ളിക്കാരൻ വന്നിട്ട് ലൈവിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും അവർക്കിട്ട് പണിയോ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ പണി കൊടുത്തിട്ടുണ്ട്. വ്യക്തിയുടെ സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കുകയോ മൂന്നാമതൊരാൾ അറിയെ അത് പബ്ലിഷ് ചെയ്യുകയോ പ്രിന്റ് ചെയ്യോ ഏതെങ്കിലും ഫോമിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനേഷൻ പറഞ്ഞു. നേരത്തെ നിയമം അറിയാത്ത ഒരാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഞാൻ പഠിച്ച പ്രാക്ടീസ് ചെയ്യുന്നുള്ള കേട്ടല്ലോ, കിട്ടേണ്ടവർക്കൊക്കെ കിട്ടിയല്ലോ. നിയമം അറിയാവുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് കളിക്കുന്നതെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറന്നുപോയി. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അയാള് കാണിച്ച തെറ്റെന്താണ്? അവര് കാണിച്ച തെറ്റെന്താണ്? ഒന്ന് കല്യാണം കഴിച്ചു, ഇതാണോ വലിയ തെറ്റ്? ഇത് ഇവർ അറിയപ്പെടുന്നവരായതുകൊണ്ടാ. അറിയപ്പെടാത്ത എത്രയോ പേര് തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട്. പ്രായത്തിന് മുകളിലത്തെ സ്ത്രീകളെ ചെറിയ പയ്യന്മാര് കല്യാണം കഴിക്കുന്നത്, അതേപോലെ തന്നെ പ്രായം കൂടിയ ആളെ ചെറിയ പെൺപിള്ളേര് കല്യാണം കഴിക്കുന്നത്. ഇതൊക്കെ വലിയൊരു വിഷയമായിട്ട് നിങ്ങൾ എടുക്കുന്നത് എന്താണ്? അവര് നേരത്തെ 2 പേരും വിവാഹം കഴിച്ച വ്യക്തികളാണ്. അവർക്ക് 2 പേർക്കും ഒത്തുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിപ്പോ അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞ് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ അവര് അതുപോലെ ഒരു ഇണയെ കണ്ടെത്തി, അത് പിന്നെ ഒരു സാഹചര്യം വന്നു, അങ്ങനെ കല്യാണം കഴിച്ചു. അത് ഇത്ര വലിയ തെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതെന്തോ ഭൂമിയിൽ ഇവര് മാത്രമല്ല ഇങ്ങനെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് അവരുടെ. അതിനകത്തൊക്കെ ഇടയ്ക്കോട്ട് തലയിടാൻ ചെല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ നരച്ച താടിയും മുടിയുമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പുള്ളിക്കാരന് വേണമെങ്കിൽ അതൊക്കെ ഡൈ ചെയ്ത് ഒക്കെ നടക്കാം അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പുള്ളിക്കാരൻ അതിനകത്ത് പൈസ ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല, പുള്ളിക്കാരൻ അതിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് ഒന്ന് ഇച്ചിരി കൂടി സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്തോരം പിന്നെ മുഖത്തൊക്കെ ഓരോന്ന് ചെയ്യുന്ന പ്രായം കുറക്കുന്ന കാര്യങ്ങളാണെങ്കിലും, മൂക്ക് നീട്ടുന്നതാണെങ്കിലും, നുണക്കുഴി ഇടുന്നതാണെങ്കിലും, ചുണ്ടിങ്ങനെ വീർപ്പിക്കുന്ന
ചെയ്യുന്നതാണെങ്കിലും എന്തൊക്കെ ടെക്നിക്കാ ഉള്ളത്. അപ്പൊ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പുള്ളിക്കാരനും ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? പുള്ളിക്കാരൻ എവിടെയോ അത് കേട്ടെന്നോ വായിച്ചെന്നോ എന്ന് പറയുന്നുണ്ടായിരുന്നു, ഏതോ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ ഒരു മൈൻഡിൽ എന്ന് പറയുന്നത് ഈ പ്രായം മറച്ചു നടക്കുന്ന വ്യക്തികളാണല്ലോ ബാക്കിയുള്ളതിൽ. ഇപ്പൊ നമ്മുടെ മമ്മൂട്ടി ആണെങ്കിലും ശരി പ്രായം മറച്ചു നടക്കുന്നതാണ്, മോഹൻലാൽ ആണെങ്കിലും ശരി ഇവരൊക്കെ പ്രായം മറച്ചു നടക്കുന്നതാണ്, യഥാർത്ഥ പ്രായത്തെ മറച്ചു പിടിച്ച് നടക്കുന്നവരാണ്. അപ്പൊ ഇവരെന്ന് പറയുന്നത് ഈ പുള്ളി അതിന്റെ അകത്ത് അങ്ങനെ മറച്ചു പിടിച്ച് നടക്കേണ്ടതല്ല, ഞാൻ എന്റെ റിയൽ ആയിട്ടുള്ള ഒരു രൂപത്തിൽ തന്നെ നടക്കേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിലാണ് പുള്ളി നടക്കുന്നത്. അത് പുള്ളിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. സ്വന്തം ശരീരത്തിലുള്ള മാറ്റങ്ങളെ മറച്ചു നടക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ മാത്രമല്ല എല്ലാവരും. അതിലൊരു നിന്നൊരു വ്യത്യസ്തമായ ഒരു പുള്ളിക്കാരനാണ് നമ്മുടെ ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ആ നരച്ച താടിയും നരച്ച മുടിയൊക്കെ കണ്ടു കഴിഞ്ഞാലും ഇപ്പോഴും ക്രിസ് വേണുഗോപാലിന് എന്താ കുഴപ്പം? നല്ല സുന്ദരനില്ലേ, നല്ലൊരു ഐശ്വര്യമാണ് പുള്ളിക്കാരന്റെ മുഖം കണ്ടാൽ. എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം. ഇത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമായിരുന്നു. ഇനിയിപ്പോ കളിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഞങ്ങളെ കളി തുടങ്ങട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ. അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവും എനിക്കറിയില്ല, കാരണം ആർക്കൊക്കെ ചെയ്യാന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിരെയുണ്ടാവും, നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ കേട്ടില്ലേ, ആരൊക്കെ പുള്ളിക്കാരനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നിയമത്തിന്റെ വഴി തേടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു തീരുമാനം, നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്ന ഈ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർ പറയുന്നത് പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? അവര് പറയുന്നത് ഇങ്ങനെ ജീവിച്ചാൽ മതി, ഈ ഡ്രസ് ഇട്ടാൽ മതി, ഇന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന പോലെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? അല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ലൈഫ് ഉണ്ട്, ജീവിതം ഉണ്ട്, പിന്നെ നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, അതനുസരിച്ചല്ലേ ജീവിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അവരെ പോയി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വില കളയുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ്സ്, ബാഡ് കമന്റ്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളുടെ വില തന്നെയാണ്, നിങ്ങളുടെ ആ ഒരു എന്താണ് അതിന് പറയുക, നിങ്ങളുടെ ഒരു ആ ഒരു ഇമേജ് ആണ് അവിടെ തകർക്കുന്നത്. ബാക്കി കൂടെ കാണാം. ദേവദാസി പ്രഥ ഇനി തീർന്നിട്ടില്ല. കർണാടകയിലെ ഏതോ ഒരു ഗ്രാമത്തില് ഒരു ദേവദാസി കല്യാണം നടക്കുന്നു. ഒരു പാവം കൊച്ചു പെണ്ണിന് ഒരു കളവന് കല്യാണം കഴിച്ചു. ഞങ്ങളുടെ വീഡിയോ യൂസ് ചെയ്യും, ഞങ്ങളുടെ കല്യാണ വീഡിയോ എടുത്തിട്ട് ദേവദാസി കല്യാണം ഇനി തീർന്നിട്ടില്ല എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തിന്റെ അസുഖമാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഫീൽ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടുന്നു ഒരു കഥ അടിച്ചിറക്കുക. അപ്പൊ കേട്ടില്ലേ, ഞാനൊരു കാര്യം പറയാം. നമ്മള് ഈ നമ്മളെല്ലാ മനുഷ്യരുടെയും ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ഓരോ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോ ഒരു കാര്യം നമ്മൾ സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനും വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊറോണ വന്നു. ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇത്രയും പേര് മരണപ്പെടുമെന്ന്? സുനാമി വന്നു, ഇത്രയും പേര് മരണപ്പെടുമെന്ന് വിചാരിച്ചോ? ഇങ്ങനെ ഈ സുനാമി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇങ്ങനെ കടലിളകി ഇങ്ങനെ ഫുള്ള് ഇതാകും, ഒരുപാട് പ്രദേശം നശിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചോ? ഇല്ല. അതുപോലെ തന്നെ ഈ കൊറോണ വന്ന സമയത്തും മാസ്ക് ഇട്ടുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരുമെന്ന് നമ്മൾ വിചാരിച്ചോ? ക്വാറന്റൈൻ വരുമെന്ന് വിചാരിച്ചോ? വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമെന്ന് വിചാരിച്ചോ? ഈ ആളുകളില്ലാത്ത റോഡ് കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചോ? ഇതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നതേ നടക്കാവുള്ളൂ, നമ്മൾ പറയുന്നതേ കേൾക്കാവുള്ളൂ എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ല നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അല്ല, അത് കേസ് കൊടുക്കുന്നത് ഞാൻ കൊടുക്കും, അതിൽ മാറ്റമൊന്നുമില്ല. അതിന്റെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാം. ഞാനിപ്പോ ഷെഡ്യൂൾ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ആ ഡോക്യുമെന്റ് റെഡി ആയി കഴിഞ്ഞാൽ അത് ഫയൽ ചെയ്യും. പോലീസിൽ ആദ്യം കംപ്ലൈന്റ് ഉണ്ടാവും, അതുകൂടാതെ കേസ്. കാരണം ഈ എന്തും എഴുതാം എന്നുള്ള ആ ഒരു തോന്നിയവാസം നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആവും. മിണ്ടാതിരുന്നില്ല, ആരെങ്കിലും റിയാക്ട് ചെയ്യാം, ഞങ്ങൾ എന്തായാലും റിയാക്ട് ചെയ്യും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കളിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ചാൽ അവര് നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു കപ്പിൾസ് ആണ്. അവരുടെ ലൈഫിൽ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരാളുടെ ലൈഫാണ് കുടുംബമാണ് തകരുന്നത്. ഇങ്ങനെ പടച്ചു വിടുന്നത് എന്ത് ദ്രോഹമാണെന്നറിയാ ചെയ്യുന്നത്. അവര് നിങ്ങളുടെ എന്തെങ്കിലും ലൈഫിൽ, ആരുടെയെങ്കിലും ലൈഫിൽ അവര് വരുന്നുണ്ടോ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ എങ്ങാനും? പക്ഷെ നിങ്ങൾ എല്ലാരും ഓരോരുത്തരും ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ ആ കമന്റ്സ്, ബാഡ് കമന്റ്സ് ഇടുന്നോണ്ട് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ അവരെ പുറകെ നടന്നാണ് നിങ്ങൾ ആക്രമിക്കുന്നത്. എല്ലാവരും എല്ലാം പറയുന്നത് ഈ നെഗറ്റീവായിട്ട് ചൊറിയന്മാരും ചൊറിയത്തികളും ഉണ്ട്, അവരെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ അവരെ പുറകെ നടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് ഇങ്ങനെയുള്ള പണികൾ കിട്ടിയാലേ നടക്കത്തുള്ളൂ. ഇങ്ങനെ തേജോവധം ചെയ്യാനായിട്ട് അവരെന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയില്ല. ബാക്കിയും കൂടെ കണ്ടോക്കാം. ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഏതൊരു എവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മില്ല. ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബ് വർക്കിൽ അറിയും. കാരണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്
ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളെ കേട്ട് ഇതൊക്കെ ചിരിച്ചു തള്ളുന്നു, പക്ഷെ അവർ പൊതുമധ്യത്തിൽ വന്ന് എത്ര പേരുടെ മുന്നിലാണ് അവര് നാണം കെടുന്നത്. കേസ് കൊടുക്കാൻ പോകുന്നത്, മറ്റുള്ള ലീഗലായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് പോകുന്നു, ഒരുപാട് കാര്യങ്ങളല്ലേ അവർ ചെയ്യുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിന് പോലും കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാം കേട്ടും സഹിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില്, നമ്മുടെ സമൂഹത്തില് ഒരുപാട് പൊട്ടക്കിണറ്റിലെ തവളകളുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുക, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുക, എന്താണ് അവരുടെ വീട്ടിനകത്തുള്ള പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനകത്തുള്ള വിഷയം എന്ന് നോക്കി നടക്കുന്ന കുറെ തവളകളുണ്ട്. അവർക്ക് ഇന്നും സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇവരെ കുറ്റം എന്താ? ഇവര് ചെയ്ത കുറ്റം എന്താ? വിവാഹം കഴിച്ചു. ഇത്രയും ഏജില് അവര് വിവാഹം കഴിച്ചു. അതാണ് ഇവർ ചെയ്ത കുറ്റം. അതൊക്കെ അന്വേഷിച്ച് നടക്കലാണ് ഈ പൊട്ടക്കിണറ്റിലെ തവളകളുടെ പരിപാടി. അവർക്ക് ബോധവും ഇല്ല, വിവരവും ഇല്ല, ഒന്നുമില്ല. അവരുടെ മനസ്സിലുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഇവരെന്തിനാ വിവാഹം കഴിച്ചത്, ഇവരെന്തിനാ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രായത്തിൽ വിവാഹം കഴിച്ചത്, അത് ശരിയല്ലല്ലോ, നടക്കാൻ പാടില്ലല്ലോ എന്നൊക്കെയാണ് ഇവരുടെ മനസ്സിൽ. ഇതിനായിട്ട് വിഷയം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരന്റെ മുടിയും താടിയൊക്കെ നരച്ചിരിക്കുന്നതാണ്. അധികം പ്രായമൊന്നുമില്ല പുള്ളിക്കാരന്, പക്ഷെ മുടിയും താടിയും നരച്ചിരുന്നിട്ട് ഇപ്പൊ കിളവനാണ്, ഈ കിളവനെ എന്തിനാ കിട്ടിയത് എന്നൊക്കെ ചോദിച്ചാണ് നടക്കുന്നത്. പ്രായമായ മുടി നരയ്ക്കും, അത് ഇത്ര വലിയ പ്രശ്നമല്ല. എല്ലാവർക്കും പ്രായമാകുന്ന എല്ലാം എന്തോ പറയുമല്ലോ, പഴുത്തില വീഴുമ്പോ പച്ചില ഇരുന്ന് ചിരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. കാര്യം നാളെ അതും പഴുത്തയില ആകും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ആരും. ഈ പറയുന്ന ആൾക്കാർക്കും പ്രായമാകും. ആ ദിവ്യ ശ്രീധറിന് വിഷയമില്ലാത്തതാണ് ഇപ്പൊ ഇവർക്ക് വിഷയം. ദിവ്യ ശ്രീധറിന് ഒരു കുഴപ്പമില്ല, പാർട്ട്ണറിന് വിഷയമില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്തിന്റെ കേടാണ്? അപ്പൊ അത്രേ ഉള്ളൂ. ഇക്കാര്യത്തിലൊന്നും നമുക്കൊന്നും പറയാനില്ല. ചെയ്തവർ അനുഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ചെയ്തവർ ആരാണെങ്കിലും നല്ല രീതിയിൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും ജീവിതമുണ്ട്. എല്ലാവരും ഓരോരുത്തരുടെ ജീവിതം ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുടെ ലൈഫിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് ഒട്ടും ശരിയല്ല. അവരവരുടെ ലൈഫിൽ ഹാപ്പിയാണ്, പിന്നെ എന്താണ് നമ്മുടെ പ്രശ്നം? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവോഴ്സ് ആയ രണ്ട് വ്യക്തികള് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഒറ്റയ്ക്ക് തന്നെ ജീവിക്കണമെന്നാണോ? അതോ നരയുള്ളവർ കല്യാണം കഴിക്കാൻ പാടില്ലയോ? അതോ നര വന്നു കഴിഞ്ഞാൽ, പ്രായമായി കഴിഞ്ഞാൽ ദേഹം മൊത്തം ഡൈ ചെയ്ത് നടക്കണമോ? നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ തനിയെ ജീവിക്കുന്നതാണോ? നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നതാണോ? അതോ സമൂഹം പറയുന്നത് പോലെ ജീവിക്കുന്നതാണോ നല്ലത്? ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ എനിക്ക് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ഇത്രയുള്ള എന്റെ വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇത് കണ്ടപ്പോ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.